ഈ 2026 നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി പോസ്റ്റ് ചെയ്യുകയാണോ? ദെൻ ഐ ആം റിയലി സോറി ടു സേ യു ആർ വേസ്റ്റിംഗ് യുവർ മണി. യെസ്, നിങ്ങൾ നിങ്ങളുടെ എമൗണ്ട് വേസ്റ്റ് ചെയ്യുകയാണ്. ഇതിനു പകരം നിങ്ങൾ മെറ്റ ആഡ്സ് മാനേജർ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് സ്പെൻഡ് ചെയ്യാൻ സാധിക്കും. ഇത് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ വീഡിയോ മുഴുവനായി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യമായി നിങ്ങൾ എന്തിനാണ് ആഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചെയ്യുന്നത്? നിങ്ങളുടെ ബിസിനസ്സിന് ഗ്രോത്ത് ഉണ്ടാവണം, ശരിയല്ലേ? അങ്ങനെ ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ നിങ്ങളുടെ ആഡ് ടാർഗറ്റ് ഓഡിയൻസിലേക്ക് കൃത്യമായി എത്തുകയും അവർ അതിനോട് പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്യുകയും വേണം. അതിനുവേണ്ടിയാണ് നമ്മൾ മെറ്റ ആഡ്സ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഒരു ബിസിനസ്സിന് മെറ്റ ആഡ്സ് ചെയ്യാൻ തീരുമാനിച്ചാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ബൂസ്റ്റ് പോസ്റ്റ് എന്ന ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിക്കുകയാണ്. ഒരിക്കലും ഇത് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ല. അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാരണം ഒബ്ജക്റ്റീവ്സ് ലിമിറ്റഡ് ആണ് എന്നുള്ളതാണ്. ഒരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ആദ്യത്തെയും പ്രധാനപ്പെട്ടതുമായ കാര്യമാണ് ശരിയായ ഒബ്ജക്റ്റീവ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഒബ്ജക്റ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ക്യാമ്പയിനിലൂടെ നമ്മൾ എന്ത് ഗോളാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് ചിലപ്പോൾ ലൈക്ക് ആവാം, കമന്റ് ആവാം, നമ്മുടെ വെബ്സൈറ്റ് വ്യൂ ആവാം, ലീഡ്സ് ആവാം, അങ്ങനെ എന്തോ ആവാം. നമ്മുടെ ബിസിനസ് മോഡൽ അനുസരിച്ച് അത് മാറാം. സോ കറക്റ്റ് ഒബ്ജക്റ്റീവ് ചൂസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ ബൂസ്റ്റ് പോസ്റ്റിലേക്ക് വന്നാൽ പ്രൊഫൈൽ വിസിറ്റ്, വെബ്സൈറ്റ് വിസിറ്റ്, മെസ്സേജസ് എന്നീ 3 ഒബ്ജക്റ്റീവ്സ് മാത്രമേ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ മെറ്റ ആഡ്സിലേക്ക് വരികയാണെങ്കിൽ അവയർനെസ്, എൻഗേജ്മെന്റ്, ലീഡ്സ്, ട്രാഫിക് തുടങ്ങിയ ഡിഫറെന്റ് ഒബ്ജക്റ്റീവ്സ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അതിനു പുറമെ പെർഫോമൻസ് ഗോളായിട്ടും കൺവേർഷൻ ലൊക്കേഷനായിട്ടും വേറെയും സെക്കൻഡറി ഒബ്ജക്റ്റീവ്സ് നമുക്ക് ചൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ട്രാഫിക് എന്നുള്ള ഒബ്ജക്റ്റീവ് ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കൺവേർഷൻ ലൊക്കേഷൻസ് അവൈലബിൾ ആവും. അതായത് നമുക്ക് ട്രാഫിക് വേണ്ടത് വെബ്സൈറ്റിലേക്കാണെങ്കിൽ വെബ്സൈറ്റ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഇനി അതല്ല ആപ്പിലേക്കാണെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി അതല്ല നമ്മുടെ ഫേസ്ബുക്ക് പേജിലേക്കും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്കാണ് വേണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഉണ്ട്. ഇങ്ങനെ എൻഗേജ്മെന്റ്, അവയർനെസ്, ലീഡ്സ് തുടങ്ങിയ മറ്റു ഒബ്ജക്റ്റീവ്സ് ചൂസ് ചെയ്യുകയാണെങ്കിലും നമുക്കൊരു സെക്കൻഡറി ഒബ്ജക്റ്റീവ്സ് ചൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ക്യാമ്പയിനെ റിഫൈൻ ആക്കാനും ഒപ്റ്റിമൈസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. കൂടാതെ ഏറ്റവും കൂടുതൽ ആൾക്കാർ മെറ്റ ആഡ്സ് ചെയ്യുന്നത് ലീഡ്സിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ബൂസ്റ്റ് പോസ്റ്റിൽ നമുക്ക് ലീഡ്സ് എന്നൊരു ഒബ്ജക്റ്റീവ് കാണാൻ പറ്റില്ല. രണ്ടാമത്തെ കാരണം വീക്ക് ടാർഗറ്റിംഗ് ആണ്. നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് കൃത്യമായി റീച്ച് ചെയ്താൽ മാത്രമേ നമ്മുടെ ക്യാമ്പയിൻ എഫക്റ്റീവ് ആവുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓഡിയൻസ് ടാർഗറ്റിംഗ് യൂസ് ചെയ്യുന്നത്. ബൂസ്റ്റ് പോസ്റ്റിൽ സജസ്റ്റഡ് ഓഡിയൻസ് ഡിഫോൾട്ടായി സെലക്ട് ചെയ്ത് കിടക്കുന്നത് നിങ്ങളുടെ കൺട്രി ആയിരിക്കും. നിങ്ങളത് ശ്രദ്ധിക്കാതെ നെക്സ്റ്റ് അടിച്ച് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ആഡ് നിങ്ങളുടെ കൺട്രി മുഴുവൻ ഷോ ചെയ്യുകയും നിങ്ങളുടെ ബഡ്ജറ്റ് വളരെ വേഗത്തിൽ സ്പെൻഡായി പോവുകയും ചെയ്യും. ഇനി നിങ്ങൾ സജസ്റ്റഡ് ഓഡിയൻസ് മാറ്റി ക്രിയേറ്റ് യുവർ ഓൺ ചൂസ് ചെയ്താലും നിങ്ങൾക്ക് അവിടെ കുറേയധികം ലിമിറ്റേഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇവിടെ കാണുന്ന ഓഡിയൻസ് സജഷൻസ് എടുത്താൽ ഇൻട്രസ്റ്റ് മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ. എന്നാൽ ആഡ്സ് മാനേജറിൽ ഇൻട്രസ്റ്റ് കൂടാതെ ഡെമോഗ്രാഫിക്, ബിഹേവിയർ എന്ന 2 ഡീറ്റെയിൽ ടാർഗറ്റിംഗ് ഓപ്ഷൻസ് കൂടിയുണ്ട്. കൂടാതെ കൺവേർഷന് കൂടുതലായി ഹെൽപ്പ് ചെയ്യുന്ന റീടാർഗറ്റിംഗ്, കസ്റ്റം ഓഡിയൻസ്, ലുക്ക് ലൈക്ക് ഓഡിയൻസ്, ലൊക്കേഷൻ എക്സ്ക്ലൂഷൻ തുടങ്ങിയ ഫീച്ചേഴ്സ് ഒന്നും ബൂസ്റ്റ് പോസ്റ്റിൽ നിങ്ങൾക്ക് ലഭിക്കില്ല. മൂന്നാമത്തെ ഡ്രോബാക്ക് എന്നുള്ളത് പ്ലേസ്മെന്റ് കൺട്രോൾ ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ ആഡ് ഏതൊക്കെ പ്ലാറ്റ്ഫോമിൽ കാണിക്കണം, അതിൽ തന്നെ ഏതൊക്കെ പ്ലേസ്മെന്റ്സ് വേണം എന്നുള്ള ഓപ്ഷൻ നമുക്ക് ബൂസ്റ്റ് പോസ്റ്റിൽ കാണാൻ സാധിക്കില്ല. നമ്മുടെ ബഡ്ജറ്റ് ഇൻഎഫക്റ്റീവായി സ്പെൻഡ് ചെയ്യാനുള്ള മെയിൻ റീസണും ഇത് തന്നെയാണ്. മെറ്റ ആഡ്സ് മാനേജറിൽ പ്ലേസ്മെന്റ്സ് എന്ന ഓപ്ഷനിലേക്ക് വന്നാൽ ഓഡിയൻസ് നെറ്റ്വർക്ക് എന്ന ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. എന്താണ് ഓഡിയൻസ് നെറ്റ്വർക്ക്? ചില ഗെയിംസ് കളിക്കുമ്പോഴും ആപ്പ് യൂസ് ചെയ്യുമ്പോഴും ആഡ് വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത്തരത്തിലുള്ള തേർഡ് പാർട്ടി ആപ്പുകളാണ് ഓഡിയൻസ് നെറ്റ്വർക്ക്. ഇത്തരത്തിലുള്ള ആപ്പുകളിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് വളരെ കുറവായിരിക്കും. സോ ഓഡിയൻസ് നെറ്റ്വർക്കിൽ ആഡ് ചെയ്യുന്നത് ഒരിക്കലും കോസ്റ്റ് എഫക്റ്റീവ് അല്ല. മെറ്റ ആഡ്സ് മാനേജർ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ഡീസെലക്ട് ചെയ്യാൻ കഴിയും. പക്ഷേ ബൂസ്റ്റ് പോസ്റ്റിൽ നമുക്ക് അതിനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. നാലാമത്തെ റീസൺ വീക്ക് അനലിറ്റിക്സ് ആണ്. നമ്മുടെ ക്യാമ്പയിന്റെ പെർഫോമൻസ് അല്ലെങ്കിൽ അനലിറ്റിക്സ് നോക്കിയാണ് നമ്മുടെ ക്യാമ്പയിനെ ഒപ്റ്റിമൈസ് ചെയ്യുന്നത്. ഒരു ബൂസ്റ്റ് പോസ്റ്റ് ഇൻസൈറ്റിൽ ലൈക്സ്, കമന്റ്സ്, ഷെയർസ് തുടങ്ങിയ ബേസിക് ആയ പാരാമീറ്റേഴ്സ് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. ബട്ട് മെറ്റ ആഡ്സ് മാനേജറിൽ CTC, CPM, CPC, ലാൻഡിംഗ് പേജ് വ്യൂസ്, ആഡ് ക്വാളിറ്റി തുടങ്ങിയ നിരവധി പാരാമീറ്റേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഇത് അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് ബെറ്റർ ഡിസിഷൻസ് എടുക്കാനും ആഡ് ഒപ്റ്റിമൈസ് ചെയ്യാൻ സാധിക്കും. ഇതൊന്നും കൂടാതെ AB ടെസ്റ്റിംഗ്, അഡ്വാൻറ്റേജ് പ്ലസ് ക്യാമ്പയിൻ ബഡ്ജറ്റ് തുടങ്ങിയ നിരവധി ഫീച്ചേഴ്സ് മെറ്റ ആഡ്സ് മാനേജറിലുണ്ട്. ഇതൊന്നും നിങ്ങൾക്ക് ബൂസ്റ്റ് പോസ്റ്റിൽ ലഭിക്കില്ല. ഇനി ബൂസ്റ്റ് പോസ്റ്റ് ടോട്ടലി ബാഡ് ആണെന്ന് ചോദിച്ചാൽ അല്ല. നിങ്ങൾക്കൊരു സിമ്പിൾ എൻഗേജ്മെന്റ് അല്ലെങ്കിൽ ക്വിക്ക് അവയർനെസ് ഒക്കെയാണ് വേണ്ടതെങ്കിൽ ബൂസ്റ്റ് പോസ്റ്റ് ഉപയോഗിക്കാം. ബട്ട് സീരിയസ് മാർക്കറ്റിങ്ങിനും റിയൽ റിസൾട്ടിനും ഇതൊരു ശരിയായ മെത്തേഡല്ല. സോ മെറ്റ ആഡ്സ് ശരിയായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് വേസ്റ്റ് കുറക്കാനും റിസൾട്ട് ഡബിൾ ആക്കാനും നിങ്ങൾക്ക് കഴിയും. സോ ഇനി നിങ്ങൾ ബൂസ്റ്റ് പോസ്റ്റ് ചെയ്യാതെ മെറ്റ ആഡ്സ് മാനേജർ ഉപയോഗിച്ച് ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.